ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ അക്ലിമറ്റൈസേഷൻ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്. എക്സാം ബേസിസിൽ നോക്കുവാണെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് അക്ലിമറ്റൈസേഷൻ. അപ്പം ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ എന്താണ് അക്ലിമറ്റൈസേഷൻ? അപ്പം ഒരു പേഴ്സൺ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയി, അതായത് ഒരു മലയുടെ മുകളിലൊക്കെ പോയി താമസിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാലം അവിടെ താമസിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള എൻവയോൺമെൻറ്റുമായിട്ട് എന്താവും, ഇയാൾ അഡാപ്റ്റ് ആയി തീരും. ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അക്ലിമറ്റൈസേഷൻ. അതായത് ഒരു പേഴ്സൺ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയി അവിടെ കുറച്ച് കാലം താമസിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള എൻവയോൺമെൻറ്റുമായിട്ട് ഹി ഗെറ്റ് അഡാപ്റ്റഡ് ടു ദ ന്യൂ എൻവയോൺമെൻറ്റ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് അക്ലിമറ്റൈസേഷൻ. ഈ അക്ലിമറ്റൈസേഷൻ എന്ന് വെച്ചാൽ കുറച്ച് സമയമെടുക്കും. ഇത് നമ്മുടെ ശരീരത്തിലെ ഏതൊരു കാര്യമാണോ ഒന്ന് അഡാപ്റ്റ് ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം അക്ലിമറ്റൈസേഷൻ നടക്കണേൽ ജനറലി 12 hours ആണ് നടക്കുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന 12 hours അത് നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയി വരാൻ വേണ്ടി സെവറൽ ഡേയ്സ് അല്ലെങ്കിൽ വീക്സ് ഒക്കെ എടുക്കാം. പിന്നെ അക്ലിമറ്റൈസേഷൻ നടക്കുന്ന മാക്സിമം ഹൈറ്റ് 18,000 feet ആണ്. അതിനപ്പുറത്തേക്ക് അക്ലിമറ്റൈസേഷൻ നടക്കത്തില്ല. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ അഡാപ്റ്റേഷൻ നടക്കുമ്പോഴത്തേക്കും പല ചേഞ്ചസും ഉണ്ടാകാം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാകാം, ഹെമറ്റോളജിക്കൽ സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാകാം, കാർഡിയോവാസ്കുലർ ചേഞ്ചസ് ഉണ്ടാകാം, ടിഷ്യൂ ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ ഈ 4 ചേഞ്ചസ് അല്ലെങ്കിൽ ഈ 4 സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വരുന്നതാണ് റെസ്പിറേറ്ററി ചേഞ്ചസ്. അപ്പം നമ്മളിങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പ്രഷർ കുറയും. പ്രഷർ കുറയാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. അതായത് മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ഹൈപ്പോക്സിയാണ്. ഈ ഹൈപ്പോക്സിയാണ് എല്ലാ സിസ്റ്റത്തിലും മാറ്റം വരാനുള്ള മെയിൻ കാരണം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഹൈപ്പോക്സി കാരണം എന്ത് ചെയ്യും, പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആവും. ഈ കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ പൾമണറി വെന്റിലേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, ആ ബ്രീത്തിങ്ങിൻ്റെ റേറ്റും ഡെപ്തും അത് കൂട്ടിയിട്ടാണ് പൾമണറി വെന്റിലേഷൻ കൂടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പൾമണറി വെന്റിലേഷൻ കൂടി കഴിയുമ്പോൾ നമുക്കറിയാം കുറേ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുകയും കുറേ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഇടും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്സിജൻ എന്നായിരിക്കുന്നത് ഓക്സിജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയും. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് വാഷ്ഡ് ഓഫ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി കിഡ്നി വെറുതെ ഇരിക്കില്ല, കിഡ്നി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും. അപ്പോൾ കിഡ്നി ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള ഈ ബൈകാർബണേറ്റ് അയൺസിനെയൊക്കെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. പിന്നെ വേറൊരു ഫങ്ഷൻ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലേക്കുള്ള H+ അയൺസിന് എന്ത് ചെയ്യും, CSFിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ്. മെയിൻലി 4 ചേഞ്ചസ് ആണ് വരുന്നത്. നമുക്ക് ഹെമറ്റോളജിക്കൽ ചേഞ്ചസ്, അതായത് ബ്ലഡിൽ വരുന്ന ചേഞ്ചസ് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ബ്ലഡിൽ നോക്കണം, ഇവിടെ എന്താണ് ഹൈപ്പോക്സി കാരണം. ഹൈപ്പോക്സി കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഈ എറിത്രോപോയിറ്റിൻ എന്തിനാണ് സഹായിക്കുന്നത്, എറിത്രോപോയ്സിസ് അതായത് RBC സിന്തസിസിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, RBCയുടെ പ്രൊഡക്ഷൻ കൂടും. RBCs എന്താണ്, നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ സഹായിക്കും. അപ്പോൾ ആ ഈ ഓക്സിജൻ എന്ത് ചെയ്യും, ടിഷ്യൂസിൽ പോയി ഡെലിവറി ചെയ്തിട്ട് ഹൈപ്പോക്സിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഈ RBCസിൻ്റെ അളവ് കൂടുമ്പോൾ തന്നെ RBCയിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് 2,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റിൻ്റെ അളവ് RBCയിൽ കൂടി കഴിയുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഇറ്റ് വിൽ ഫേവർ ദ റിലീസ് ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂസിലേക്ക് ഓക്സിജൻ്റെ റിലീസിനെ അത് ഫേവർ ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ചേഞ്ചസ് ആണ് ബ്ലഡിൽ നടക്കുന്നത്. ഇനി നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലേക്ക് വരുവാണ്. അപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നടക്കുന്ന മെയിൻ ചേഞ്ചസ് എന്ന് വെച്ചാൽ ഏർലി ഫേസിൽ നോക്കുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ്, കാർഡിയക് ഔട്ട്പുട്ട്, ബ്ലഡ് പ്രഷർ, ഇത് 3ഉം കൂടുന്നതായിട്ട് കാണാം. കാരണം നമ്മൾ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹാർട്ട് റേറ്റ് ഏതാണ്ട് നോർമൽ ആവുന്നതാണ്. പക്ഷേ ചില പേഴ്സൺസിൽ ഈ ഹൈ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂ ചെയ്യാം, ഹൈ ബ്ലഡ് പ്രഷറൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. പിന്നെ ഇവിടെ ഹൈപ്പോക്സി കാരണം എന്താവും, വാസോ ഡൈലേഷൻ, അതായത് ബ്ലഡ് വെസൽസ് ഒക്കെ ഡയലേറ്റ് ആവും. അപ്പോൾ ഡയലേറ്റ് ആയി കഴിയുമ്പോഴും അതിനകത്ത് ഇൻക്രീസ്ഡ് സ്പേസ് ഉണ്ട് വെസൽസിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്ത് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ ഈ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ഫ്ലോ ചെയ്യുന്ന ബ്ലഡൊക്കെ ടിഷ്യൂസിന് പോയിട്ട് അവിടെയുള്ള ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
പിന്നെ ഈ ഇൻക്രീസ്ഡ് ബ്ലഡ് ഈ വെസൽസിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സെല്ലിൻ്റെ മാസ് കൂടാം. അതായത് നമ്മുടെ ഹെമറ്റോക്രിറ്റ് റെഡ് സെൽ മാസ് ഇൻക്രീസ് ചെയ്യാം. അതുവഴി എന്ത് ചെയ്യും, വിസ്കോസിറ്റി എന്ന് പറയുന്ന ഫാക്ടർ, ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടുക, അതായത് RBCൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന കാരണം ആ റെഡ് സെല്ലിൻ്റെ മാസ് കൂടിയിട്ട് വിസ്കോസിറ്റി കൂടാം. ഈ വിസ്കോസിറ്റി കൂടുന്നതാണ്, അതായത് ഈ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റിയിലുള്ള ബ്ലഡ് എല്ലാം എവിടെയാണ് വന്നത്, ഹാർട്ടിലാണ് വന്ന് വീഴുന്നത്. അപ്പം ഹാർട്ടിന് കൺട്രാക്ട് ചെയ്യാനുള്ള വർക്ക് ലോഡ് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഹാർട്ടിന് ഹൈപ്പർട്രോഫി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ടിഷ്യൂ ചേഞ്ചസിലേക്ക് വരാം. ഏതാണ്ട് 5 ചേഞ്ചസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്, നമ്മുടെ ക്യാപ്പിലറിയുടെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാം, ദെൻ സെൽസിലുള്ള മൈറ്റോകോൺട്രിയയുടെ നമ്പർ ഇൻക്രീസ് ചെയ്യാം, പിന്നെ ഓക്സിഡേറ്റീവ് എൻസൈംസ് ആയിട്ടുള്ള സൈറ്റോക്രോം ഓക്സിഡേസ് ഒക്കെ പോലുള്ള എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടാം, പിന്നെ മയോഗ്ലോബിൻ കണ്ടൻറ്റ് കൂട്ടാം, പിന്നെ ആൻജിയോജെനസിസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആൻജിയോജെനസിസ് ഒക്കെ നടക്കാം. ടിഷ്യൂവിൽ വരുന്നത് ഈ 5 ചേഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ 4 സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ്, അതായത് റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ടിഷ്യൂ ചേഞ്ചസ്, ഈ 4 ചേഞ്ചസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇൽനെസ്. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇൽനെസ് നോക്കുകയാണെങ്കിൽ മൊത്തം 4 തരമാണുള്ളത്. ഒന്നാമത്തെയാണ് അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ്, ദെൻ വരുന്നതാണ് ക്രോണിക് മൗണ്ടെയിൻ സിക്നസ്, ദെൻ വരുന്നതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡിമ, ആൻഡ് ഫൈനലി ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് എഡിമ. ഈ 4 ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇൽനെസ് എന്ന് പറയുന്ന ടൈപ്സ്. അപ്പോൾ അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ് എന്ന് വെച്ചാൽ എന്താ, അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ സഡൻ എക്സ്പോസർ ഉണ്ടാവും. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് നമുക്ക് സഡൻ ആയിട്ടൊരു എക്സ്പോസർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ് എന്ന് പറയുന്ന ഡിസീസ്. അപ്പോൾ കുറേ സിംറ്റംസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് ഏതൊക്കെയാണ്, ഫറ്റീഗ്, നോസിയ, വൊമിറ്റിംഗ്, ഡയേറിയ, ഇൻസോംനിയ, പാൽപിറ്റേഷൻ, അങ്ങനെ കുറേ സിംറ്റംസ് വരാം. അത് കൂടാണ്ട് തന്നെ ലോസ് ഓഫ് കോർഡിനേഷൻ ആൻഡ് മെമ്മറി, ജഡ്ജ്മെൻറ്റ്, യൂഫോർബിയ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. ദെൻ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ എത്തിയിട്ട് ഒരു 4 to 8 hours കൊണ്ടായിരിക്കും നമ്മുടെ സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ വന്നു തുടങ്ങുന്നത്. അതായത് സിംറ്റംസ് ഒരിക്കലും വന്നു തുടങ്ങിയാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സിംറ്റംസ് ഫറ്റീഗ്, നോസിയ, വോമിറ്റിംഗ്, അത് കുറച്ച് ദിവസത്തിലേക്ക് തന്നെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് അക്യൂട്ട് മൗണ്ടെയിൻ സിക്നസ്. കാരണം എന്താ, സഡൻ എക്സ്പോസർ ടു ഹൈ ആൾട്ടിറ്റ്യൂഡ്, പെട്ടെന്നൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിലായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഇനി അടുത്താണ് ക്രോണിക് മൗണ്ടെയിൻ സിക്നസ് ഓർ മൂങ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചപ്പോഴാണ് ലോങ് ടേം എക്സ്പോഷർ ടു ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മളൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ട് കുറേ കാലം അവിടെ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു ഡിസീസ് കണ്ടീഷനാണ് ക്രോണിക് മൗണ്ടെയിൻ സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും കുറേ ഫീച്ചേഴ്സ് ലൈക്ക് മലേസ്, ഫറ്റീഗ്, ഹൈപ്പർവൊളീമിയ, എക്സസൈസ് ഇൻടോളറൻസ്, പോളിസൈത്തീമിയ, പൾമണറി ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഈ ക്രോണിക് മൗണ്ടെയിൻ സിക്നസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. ഇനി തേർഡ് വണ്ണാണ് പൾമണറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് എഡിമ. ഇതുണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രൊലോങ്ഡ് എക്സ്പോസർ ടു ഹൈപ്പോക്സിയ ആയിട്ട് നമ്മൾ കുറേ കാലം എക്സ്പോസ്ഡ് ആയാൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പൾമണറി ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈപ്പോക്സിയ നമ്മുടെ ലങ്സിലൊക്കെയുള്ള ആൽവിയോളയിൽ ഹൈപ്പോക്സിയ വന്നാൽ അത് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകാം. പൾമണറി വെയിൻസിലൊക്കെയും ഈ കൺസ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വെയിൻസ് ഒക്കെ കൺസ്ട്രക്റ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷർ ആയിരിക്കും, ക്യാപ്പിലറിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, ഹൈ പ്രഷർ ആയിരിക്കും. ഈ ഹൈ പ്രഷർ കാരണം എന്ത് ചെയ്യും, ആ ഫ്ലൂയിഡ് വെസൽസിൽ നിന്ന് പുറത്തേക്ക് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് വരാനും അതുവഴി എഡിമ ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെയും വളരെ കൂടുതലാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് സെറിബ്രൽ എഡിമയും കാരണം എന്താ, ഈ ക്യാപ്പിലറി പെർമിയബിലിറ്റി കൂടുന്നതാണ്. അപ്പോൾ ക്യാപ്പിലറി പെർമിയബിലിറ്റി കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെസൽസിൽ നിന്നുള്ള ഫ്ലൂയിഡ് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് വന്ന് അവിടെ എഡിമ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ അതിൽ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഫീച്ചറാണ് ഡിസോറിയൻറ്റേഷൻ ആൻഡ് അറ്റാക്സിയ. അപ്പോൾ ഇത്രയുമാണ് 4 ക്ലാസ്സസ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി നോക്കാം. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലെ പേഴ്സണിലെ ലോവർ ആൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ലോവർ ആൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ ഈ സിംറ്റംസ് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആകുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി താഴെ ലോവർ ആൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുവന്നിട്ട് സിംറ്റം കുറയുന്നില്ലെങ്കിലാണ് നമ്മൾ അടുത്ത ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഡയൂറട്ടിക്സ് ലൈക്ക് അസറ്റാസോളമൈഡൊക്കെ പോലത്തുള്ള ഡയൂറട്ടിക്സ്, ദെൻ സ്റ്റിറോയിഡ്സ് ലൈക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ദെൻ ഓക്സിജൻ തെറാപ്പി, ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി, അതായത് 100% ഓക്സിജൻ നമ്മൾ കൊടുക്കും, ആ തെറാപ്പി, അല്ലെങ്കിൽ അതർ ഡ്രഗ്സ് നിഫിഡിപ്പിന് ഇതൊക്കെ കൊടുത്തായിരിക്കും നമ്മൾ ജനറലി ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്.
ഇനി ഇതുപോലെ തന്നെ മെയിൻലി ഒരു ഷോർട്ട് നോട്ടായിട്ട് എടുത്തു ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ബാരിസം അല്ലെങ്കിൽ കേസൻസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം എന്ന് വെച്ചാൽ ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ പെട്ടെന്ന് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് കൊണ്ടുവരുവാണ്. അതായത് ഫോർ എക്സാമ്പിളാണ് നമ്മുടെ ഡീപ് സീ ഡൈവേഴ്സൊക്കെ. ഡീപ് സീ ഡൈവേഴ്സ് അണ്ടർ വാട്ടറിൽ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരെയൊക്കെ നമ്മൾ ഈ ഡീപ് സീ വാട്ടറിൽ നിന്ന് നമ്മുടെ വാട്ടറിൻ്റെ ടോപ്പ് ലെവലിലേക്ക് പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വരും. അപ്പോൾ ഉണ്ടാകുന്നൊരു ഡിസീസിനെ പറയുന്ന പേരാണ് ഡിസ്ബാരിസം അല്ലെങ്കിൽ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ബാരിസം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡീപ് സീ ഡൈവേഴ്സൊക്കെ 80% നൈട്രജൻ ബ്രീത്ത് ചെയ്യാറുണ്ട്. യൂഷ്വലി ബ്രീത്ത് 80% നൈട്രജൻ ഫ്രം ദ ഗ്യാസ് മിക്സ്ചേഴ്സ്. ദെൻ ഡൈവേഴ്സ് നമ്മളെ ഡീപ് സീ ഡൈവേഴ്സൊക്കെ ഡീപ്പിലേക്ക് പോകുമ്പോഴേക്കും എന്ത് പറ്റും? ഈ നൈട്രജൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞാൽ അവർ ശ്വസിക്കുന്ന അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസിൽ നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ നൈട്രജൻ മുഴുവൻ അവരുടെ ബോഡി ഫ്ലൂയിഡ്സിലേക്ക് ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ലിപ്പിഡ് സോലുബിളാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ലിപ്പിഡ് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള സെല്ലിലെ ലിപ്പിഡ് കോൺസ്റ്റിറ്റ്യുവൻസിലെല്ലാം പോയി അത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. ഇനി ഇങ്ങനെ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് അവർ ഡീപ് സീൽ ഹൈ പ്രഷറിൽ നിൽക്കുന്നത്. എന്നിട്ട് ഹൈ പ്രഷറിൽ നിന്ന് അവർ ലോ പ്രഷറിലേക്ക് സ്ലോ ആയിട്ട് അസെൻഡ് ചെയ്ത് വരുന്നെങ്കിൽ എന്താ പറ്റുക? ഈ ഗ്യാസസ് പതിയെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് വരികയും എന്നിട്ട് അത് ലങ്സിലേക്ക് എത്തുകയും എന്നിട്ട് ലങ്സിൽ നിന്ന് പതിയെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകുന്നില്ല. അതേസമയം റാപ്പിഡായിട്ട് അസെൻഡ് ചെയ്യുന്നെങ്കിൽ ഇത് പെട്ടെന്ന് സെൽസിൽ നിന്ന് പുറത്തേക്ക് വരികയും നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിൽ ബബിൾസ് ഒക്കെ ഫോം ചെയ്യും. ടിഷ്യൂസിലും ബ്ലഡിലൊക്കെ എന്ത് ചെയ്യും? ബബിൾസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ബബിൾസ് ഫോം ചെയ്യുന്ന കാരണം സിവിയർ പെയിൻ ഉണ്ടാവാം. ആ പെയിൻ ജനറലി കാണപ്പെടുന്ന എവിടെയായിരിക്കും? മസിൽസിലും ജോയിൻസിലൊക്കെ ആയിരിക്കും പെയിൻ ഉണ്ടാകുന്നത്. ദെൻ ഈ ബബിൾസ് ഇങ്ങനെ ബ്ലഡ് വെസൽസിലൊക്കെ കിടക്കുന്ന കാരണം നമ്മുടെ ബ്രെയിനിലേക്കും അതുപോലെ സ്പൈനൽ കോഡിലേക്കൊക്കെ ബ്ലഡ് ഫ്ലോ അഫക്റ്റഡ് ആകാം. അത് കാരണം പാരസ്തേഷ്യ, മോട്ടോർ വീക്ക്നെസ്, പാരാലിസിസ്, റെസ്പിറേറ്ററി ഫെയിലിയറൊക്കെ കോസ് ചെയ്യാം. പിന്നെ നമ്മുടെ പൾമണറി വെസൽസ് അതായത് ലങ്സിലൊക്കെ ഈ ബബിൾസ് ലങ്സിലേക്കുള്ള വെസൽസിലൊക്കെ ഈ ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഡിസപ്നിയ വരാം. അതുപോലെ തന്നെ കൊറോണറി വെസൽസിൽ ആ ബബിൾസ് വരുന്നെങ്കിൽ മയോകാർഡിയൽ ഇഷീമിയ വരാനൊക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ ഈ ഫീച്ചേഴ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരാൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വന്നിട്ട് ഹാഫ് ഹവറിനുള്ളിൽ ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ജനറലി നമ്മുടെ ഡീകംപ്രഷൻ സിക്നസ്, കേസൻസ് ഡിസീസ് അല്ലെ ഡിസ്ബാരിസത്തിനൊക്കെ പറയാനുള്ളത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഡീപ് സീ ഡൈവേഴ്സിനെ പറ്റിയൊക്കെ ഓർക്കുക. അതായത് ഡീപ് സീയിൽ നിന്ന് അവരുടെ അസെൻറ്റ് റാപ്പിഡായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസ് സെവറൽ പ്രോബ്ലംസ് ടു ദം. മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബബിൾ ഫോം, അതായത് നൈട്രജൻ സെൽസിലൊക്കെ ഡിസോൾവ് ആയിട്ടുള്ളത് പെട്ടെന്ന് റിലീസ് ആകുമ്പോഴത്തേക്കും ബ്ലഡ് വെസൽസിലൊക്കെ ബബിൾ ഫോം ചെയ്യും. ഈ ബബിൾ ഫോം ചെയ്യുന്ന കാരണം പെയിൻ, മസിൽസിലൊക്കെ ആണെങ്കിൽ ജോയിൻസിലൊക്കെ ആണെങ്കിൽ പെയിന്, ദെൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ഡിസപ്നിയ, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ മയോകാർഡിയൽ ഇഷീമിയ, ദെൻ ബ്രെയിനിൻ്റെ സ്പൈനൽ കോഡിലൊക്കെ ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ചെയ്യുക, അതുകൊണ്ടുണ്ടാകുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെ ഓർത്തിരിക്കുക. ദെൻ ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഈ അസുഖം അല്ലെങ്കിൽ ഈ കണ്ടീഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡീപ് സീയിൽ നിന്ന് അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഉണ്ടാകുന്ന റാപ്പിഡ് അസെൻറ്റ് കാരണം. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള പ്രിവെൻഷൻ എന്ന് വെച്ചാൽ ഗ്രാജുവൽ അസെൻറ്റ്, പതിയെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് അസെൻറ്റ് ചെയ്യാന്നുള്ള പറഞ്ഞാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ക്വിക്ക് റീകംപ്രഷൻ ദാറ്റ് ഈസ് ഫോളോഡ് ബൈ സ്ലോ ഡീകംപ്രഷൻ. അതായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. Then this is of all the topic. Hope all of you understand. Thank you.